വിജയം മാർത്തായുടെ പിടിയിലായിട്ടുണ്ട്. ഈശോ ഒരു വഞ്ചിയിൽ കയറാൻ തുടങ്ങുകയാണ്. വേനൽക്കാലത്തെ തെളിവുള്ള ഒരു പ്രഭാതം. തടാകത്തിന്റെ ഉപരിതലത്തിൽ റോസാപ്പൂക്കൾ വാരി വിതറിയ പോലെ കൊച്ചോളങ്ങളിൽ പ്രഭാത സൂര്യൻ പ്രതിബിംബിക്കുന്നു. അതാ മാർത്തായും പരിചാരികയും എത്തിയിട്ടുണ്ട്. "ഓ ഗുരുവേ, ദൈവത്തെ പ്രതി ഒന്ന് ശ്രദ്ധിക്കണേ," അവൾ പറയുന്നു. ഈശോ കരയിലേക്ക് തിരിച്ചു വന്ന് അപ്പസ്തോലന്മാരോട് പറയുന്നു, "നിങ്ങൾ പോയി വെള്ളപ്പാച്ചിലിന്റെ ആ ഭാഗത്ത് എന്നെ കാത്തിരിക്കൂ. അതേസമയം മഗേദാനിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊള്ളണം. ദശഗ്രാമങ്ങളും വചനത്തിനായി കാത്തിരിക്കുകയാണ്. പൊയ്ക്കൊള്ളുക." വഞ്ചി നീങ്ങി കായലിൻ്റെ നടുവിലേക്ക് മാറുന്ന സമയം. ഈശോ മാർത്തായുടെ കൂടെ നടക്കുന്നു. മാർസല്ല ബഹുമാനത്തോടെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ അവർ നടന്ന് ഗ്രാമത്തിൽ നിന്ന് അകലെയായി. പച്ച പിടിച്ച കുന്നുകളാണിപ്പോൾ. അവ തടാകത്തിൽ നിഴലിച്ചു കാണാം. വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുഞ്ചിരിയോട് ഈശോ ചോദിക്കുന്നു, "എന്നോട് എന്തു പറയാനാണ് നീ ആഗ്രഹിക്കുന്നത്?" "ഓ ഗുരുവേ, മേരി ഇന്നലെ പാതിര കഴിഞ്ഞ് സ്വല്പം കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം അങ്ങയോട് പറയാൻ ഞാൻ മറന്നുപോയി. അവൾ പറയുകയാണ്, നിന്റെ ഒരു ഉടുപ്പും പുറംകുപ്പായവും എനിക്ക് തരുമോ എന്ന്. നിന്റെ ഉടുപ്പ് എനിക്ക് പാകത്തിനിറക്കമില്ലാത്തതായിരിക്കും. എന്നാലും ഞാൻ ഇടക്കെട്ടില്ലാതെ അത് ധരിച്ചിട്ട് പുറംകുപ്പായം നല്ലതുപോലെ വലിച്ച് താഴ്ത്തിയിട്ടുകൊള്ളാം." ഞാൻ മറുപടിയായി പറഞ്ഞു, "എൻ്റെ പ്രിയ സഹോദരി, നിനക്കിഷ്ടമുള്ള ഉടുപ്പെടുത്തുകൊള്ളുക." എൻ്റെ ചങ്കിടിക്കുന്നുണ്ടായിരുന്നു. കാരണം സ്വല്പം മുമ്പ് തോട്ടത്തിൽ വെച്ച് മാർസല്ലയോട് ഞാൻ പറഞ്ഞിരുന്നു, വേസ്പരയുടെ സമയത്ത് നമ്മൾ കഫർനാമിലെത്തണം. കാരണം ഗുരു ജനക്കൂട്ടത്തോട് സന്ധ്യാസമയത്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് മേരി ഞെട്ടി. വിവരണയാകുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ അസ്വസ്ഥയായി ഒറ്റയ്ക്ക് പരവേശം പിടിച്ച് അതിലെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. വേദന തിന്നുന്ന പോലെയും തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു നിശ്ചയവുമില്ലാതെ ചിന്താക്കുഴപ്പത്തിലായതുപോലെയും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവൾ എൻ്റെ മുറിയിൽ കയറി ഏറ്റവും ഇരുണ്ടതും വളരെ വിനയമുള്ളതുമായ ഒരു ഉടുപ്പെടുത്ത് അത് ധരിച്ചു നോക്കി. നേഴ്സിനോട് പറഞ്ഞ് താഴത്തെ പടി അഴിച്ചടിച്ചു. അവൾ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, "തുന്നലെല്ലാം ഞാൻ മറന്നു." അനന്തരം എൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, "എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ." സൂര്യാസ്തമനത്തോടെ അവൾ വെളിയിലേക്ക് പോയി. എത്രയധികം ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടേക്ക് വരുന്നതിൽ നിന്ന് അവളെ തടയുന്നതൊന്നും ഉണ്ടാകരുതേ എന്ന്. എത്രയധികമായി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങേ വചനം അവൾ ഗ്രഹിക്കുകയും അവളെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഭൂതത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും വേണമല്ലോ. നോക്കൂ, ഞാൻ നിന്റെ ബെൽറ്റ് എൻ്റെ ബെൽറ്റിനടിയിൽ കെട്ടിയിട്ടുണ്ട്. ഒട്ടും മാർദ്ദവുമില്ലാത്ത ആ തുകൽ എൻ്റെ ഇടക്കെട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അവൻ എല്ലാറ്റിനെയും കാൾ ശക്തനാണ്. അനന്തരം മാർസല്ലായും ഞാനും കൂടി വണ്ടിയിൽ ഇങ്ങു പോന്നു. അതാണല്ലോ എളുപ്പം. ജനക്കൂട്ടത്തിനിടയിൽ നീ ഞങ്ങളെ കണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ മേരിയെ കാണാത്തതിന് എത്ര വേദനയായിരുന്നു എനിക്ക്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അവൾ മനസ്സു മാറ്റിയായിരിക്കും. അവൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ മടങ്ങിക്കാണും. അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം സഹിക്കാൻ കഴിയാതെ എന്നോടത് ആവശ്യപ്പെട്ടതാണെങ്കിലും ഓടിപ്പോയതായിരിക്കും. ഞാൻ നിന്റെ വാക്കുകൾ ശ്രവിക്കുകയും ശിരോവസ്ത്രത്തിൻ്റെ മറയിൽ മുഴുവൻ സമയവും കരയുകയുമായിരുന്നു. നിന്റെ വാക്കുകളെല്ലാം അവൾക്കായി തന്നെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ടവൾ അതൊന്നും കേൾക്കുന്നില്ലല്ലോ. അവളെ ഞാൻ കാണാതിരുന്നത് കൊണ്ട് അങ്ങനെയെല്ലാമാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ മനസ്സു തളർന്നാണ് വീട്ടിലേക്ക് പോയത്. ഇതാണ് സത്യം. ഞാൻ നിന്നോട് അനുസരണയില്ലായ്മ കാട്ടി. കാരണം നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ, അവൾ വരികയാണെങ്കിൽ നീ വീട്ടിലിരിക്കുക, അവളെ കാത്തിരിക്കുക മാത്രം ചെയ്യുക എന്ന്. എന്നാൽ ഗുരുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വിഷമമൊന്ന് ഓർത്തു നോക്കൂ. എൻ്റെ സഹോദരി നിന്റെ പക്കലേക്ക് വരികയല്ലേ. അവൾ നിന്റെ അടുത്ത് വരുന്നത് കാണാതെ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ലേ അവൾ പൊട്ടിത്തകരുമെന്ന്. അപ്പോൾ അവളെ താങ്ങാൻ അവളുടെ അടുത്ത് ഞാൻ വേണമെന്നല്ലേ എന്നും ചിന്തിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും കരയുകയുമായിരുന്നു. സമയം പാതിര കഴിഞ്ഞു. അപ്പോഴാണ് അവൾ കടന്നു വന്നത്. ഒട്ടും ശബ്ദം കേൾപ്പിക്കാതെയാണ് വന്നത്. അതിനാൽ എൻ്റെ ദേഹത്ത് വന്നു വീണ് ആലിംഗനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ മാത്രമേ വന്ന വിവരം ഞാൻ അറിഞ്ഞുള്ളൂ. എൻ്റെ അനുഗ്രഹീതയായ സഹോദരി, നീ പറഞ്ഞതെല്ലാം എത്ര വാസ്തവം! അല്ല, നീ പറഞ്ഞതിനേക്കാൾ ഏറെയാണ്.
അവൻ്റെ കാരുണ്യം വളരെ വലുതാണ്. ഓ മാർത്ത, ഇനിയും നീ എന്നെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഞാൻ നിന്ദിക്കുന്നവളും നികൃഷ്ടയും ആയിരിക്കുകയില്ല. എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ ഇനിയും പറയുകയുമില്ല. എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്കറിയാം. മാംസമായ ആ ധാരാളിത്തത്തെക്കുറിച്ച് നീ തീർച്ചയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലേ സഹോദരി? വിജയം നിന്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പാപം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത നിന്റെ മേരി ഒരു പുതിയ ജീവിതത്തിലേക്ക് പിറന്നിരിക്കുകയാണ്. ഇതാ അവൾ ഇവിടെ നിൽക്കുന്നു. അവളുടെ മുഖത്ത് നേരെ നോക്കിക്കൊള്ളൂ. ഇത് ഒരു പുതിയ മേരിയാണ്. പ്രതീക്ഷയുടെയും അനുതാപത്തിൻ്റെയും കണ്ണീരാൽ മുഖം കഴുകിയിരിക്കുന്ന മേരി. പരിശുദ്ധയായ എൻ്റെ ചേച്ചി, നിനക്കെന്നെ ചുംബിക്കാം. നാണം കെട്ട പ്രേമക്കളിയുടെ അടയാളമൊന്നും ആ മുഖത്തിപ്പോഴില്ല. അവൻ എന്നോട് പറഞ്ഞു അവൻ എൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്നുവെന്ന്. കാരണം അവൻ എൻ്റെ ആത്മാവിനെക്കുറിച്ച് നിന്റെ ആത്മാവിനോട് സംസാരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട ആട് ഞാനായിരുന്നു. അവൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്ക്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കൂ. രക്ഷകൻ എങ്ങനെയാണ് പറയുന്നതെന്ന് നിനക്കറിയാമല്ലോ. അനന്തരം നീ പറഞ്ഞ ഉപമ അവർ പൂർണ്ണമായി പറഞ്ഞു. മേരിക്ക് നല്ല ബുദ്ധിയുണ്ട്. എന്നേക്കാൾ എത്രയേറെ ബുദ്ധിയാണ് അവൾക്കുള്ളത്. അവളെല്ലാം ഓർത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ നിന്നെ ഞാൻ 2 പ്രാവശ്യം ശ്രവിച്ചു. ആ വാക്കുകൾ നിന്റെ അധരങ്ങളിൽ നിന്നും വന്നപ്പോൾ പരിശുദ്ധവും ആരാധ്യവുമായിരുന്നെങ്കിൽ അവൾ അത് പറഞ്ഞപ്പോഴും പരിശുദ്ധമായിരുന്നു, ആരാധ്യവും സ്നേഹപൂർണവുമായിരുന്നു. കാരണം എൻ്റെ സഹോദരിയാണ് അത് പറഞ്ഞത്. നഷ്ടപ്പെട്ടിരുന്നവളെ കണ്ടെത്തി. അവൾ കുടുംബമാകുന്ന ആലയിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ നിലത്ത് ഒരു പായയിലിരിക്കുകയായിരുന്നു, പരസ്പരം കെട്ടിപ്പിടിച്ച് കുട്ടിക്കാലത്തേതുപോലെ അമ്മയുടെ മുറിയിൽ, അല്ലെങ്കിൽ അമ്മ മനോഹരങ്ങളായ തുണികൾ നെയ്തെടുക്കുന്ന തറയുടെ സമീപെ. പാപത്താൽ അകറ്റപ്പെടാതെ അങ്ങനെ ആലിംഗനത്തിൽ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. അവളുടെ അരൂപിയിൽ അമ്മയും ഉള്ളതുപോലെ തോന്നി. ദുഃഖം കൂടാതെ ഞങ്ങൾ കരഞ്ഞു. വളരെ സമാധാനത്തോടെ കരഞ്ഞു. സന്തോഷത്തോടെ പരസ്പരം ചുംബിച്ചു. അനന്തരം വികാരങ്ങൾ കൊണ്ടും നാനാവിധത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ടും വളരെ ദൂരം നടന്നതുകൊണ്ടും ക്ഷീണിച്ചു തളർന്ന അവൾ എൻ്റെ കരങ്ങളിൽ ഉറക്കം പിടിച്ചു. നേഴ്സിൻ്റെ സഹായത്തോടെ അവളെ എൻ്റെ കിടക്കയിൽ ഞാൻ കിടത്തി. എന്നിട്ട് അവളെ വിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. വളരെ സന്തോഷഭരിതയായിരിക്കുന്ന മാർത്ത ഈശോയുടെ കരങ്ങൾ ചുംബിക്കുന്നു. മേരി പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു, വിജയം നിന്റെ പിടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സന്തോഷവതിയായി പോയിക്കൊള്ളൂ. സമാധാനത്തിൽ പോകുക. വീണ്ടും ജനിച്ച നിന്റെ സഹോദരിയോടുള്ള വർത്തനം കാരുണ്യവും വിവേകവും ഉള്ളതായിരിക്കട്ടെ. മാർത്ത, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ലാസറിനെയും വിവരം അറിയിക്കണം. അവൻ വിഷമിച്ചിരിക്കുകയാണല്ലോ. ഉവ്വ് ഗുരുവേ. ഇനി മേരി എന്നാണ് നിന്റെ ശിഷ്യകളായ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നത്? ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം. അതെ, ക്ഷമ വേണം. ദീർഘശ്വാസം ഉതിർക്കുകയും മറ്റും വേണ്ട. ക്ഷമയും ഒരു പുണ്യമാണ്. സ്ത്രീകളെ, നിങ്ങൾക്ക് സമാധാനം. നമുക്ക് താമസിയാതെ കാണാം. ഈശോ അവരെ വിട്ട് വഞ്ചി കാത്തു കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഈശോ പറയുന്നു, സൈമണിൻ്റെ വീട്ടിലെ അത്താഴത്തിൻ്റെ വിവരം ഇവിടെ ചേർക്കൂ. അത് നീ ദർശിച്ചത് 1944 ജനുവരി 21-ാം തീയതിയായിരുന്നു. ദർശനം അവസാനിച്ചു.